കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാവുകയാണ്. 3 പേരാണ് ഇന്ന് മഴക്കെടുതിയിൽ മരിച്ചത്. മഴ കനത്തതോടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയും ദുരിതവും തുടരുകയാണ്. വെള്ളക്കെട്ടിൽ വീണ് ആലപ്പുഴ ചേർത്തലയിൽ ഒരാൾ മരിച്ചു. പള്ളിപ്പുറം സ്വദേശി അശോകനാണ് മരിച്ചത്. കൊല്ലം മുഖത്തല കണിയാംതൊട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. മുഖത്തല സ്വദേശി സലീമാണ് മരിച്ചത്. ചൊവ്വാഴ്ചയാണ് സലീമിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. കോട്ടയം മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ തിലകന്റെ മൃതദേഹവും കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി ഈയാറ്റുകടവിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം പോരുവഴിയിൽ ശക്തമായ മഴയിൽ വെൺകുളം ഏല വെള്ളത്തിനടിയിലായി. പള്ളിക്കലാറ് കരകവിഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറി. 1500 ഏക്കറിലധികം വരുന്ന പാടശേഖരങ്ങളും റോഡുകളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. നിരവധി വീടുകൾ വെള്ളത്തിലായിട്ടും ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മഴ ശക്തമായതോടെ കിഴക്കേ കല്ലടയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. ഒരു വീട് ഭാഗികമായി തകർന്നു. കൊച്ചാലുംമൂട് കുറത്തറ റോഡിലും വ്യാപകമായി മണ്ണിടിഞ്ഞു. കുടുംബത്തെ കഴിഞ്ഞ ദിവസം തന്നെ പഞ്ചായത്ത് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. തിരുവനന്തപുരം വർക്കല പാപനാശം കുന്നുകൾ ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണു. ഏണിക്കൽ ബീച്ചിനും ആലിയിറക്കം ബീച്ചിനും ഇടയിലായി 4 ഇടങ്ങളിലാണ് കുന്നിടിഞ്ഞത്. കുന്നിന്റെ ഭാഗങ്ങൾ അടർന്ന് 30 മീറ്ററോളം താഴേക്ക് പതിച്ചു. തുടർച്ചയായുണ്ടായ മഴയിൽ വെള്ളം കയറിയ കൊച്ചിയുടെ പ്രദേശങ്ങളിലെ വെള്ളം ഇറങ്ങിത്തുടങ്ങി. പക്ഷേ മഴ ശക്തമായാൽ സ്ഥിതി ഗുരുതരമാകും. മഴക്കെടുതിയിൽ ജില്ലയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. വെള്ളക്കെട്ട് രൂക്ഷമായ കാക്കനാട്, കളമശ്ശേരി, ഇടപ്പള്ളി, വാഴക്കാല, പറവൂർ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ ആരംഭിച്ചത്. ഇവിടെ 116 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വെള്ളം കയറിയ വീടുകളിലും കടകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 18 മിനിറ്റ്. ഇടവേളയ്ക്ക് ശേഷം മഴക്കെടുതിയുടെ കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.